നമസ്കാരം. കേരളത്തിൽ അധികം ചർച്ചയാകാതെ പോയ ഒരു കാർട്ടൂൺ കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പസിൽ നിന്ന് പുറത്തു വന്നു. വിവാദമേ ആയിട്ടില്ല. ഇത്രമാത്രം വർഗീയതയും ഈ നാട്ടിലെ റിസർവേഷനെ ഇത്രമാത്രം പരിഹസിക്കുന്ന ഒരു കാർട്ടൂൺ ഈ അടുത്ത കാലത്തൊന്നും പുറത്തു വന്നിട്ടില്ല. ദേ ആ ദൃശ്യം നോക്കും. റിസർവേഷനുമായി ബന്ധപ്പെട്ട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിലെ ഒരു ബിരുദൻ വരച്ച കാർട്ടൂണാണ്. അത് മാഗസിനിൽ അതേപടി അച്ചടിച്ചു വന്നിരിക്കുകയാണ്. ആ മാഗസിനിൽ അത് അച്ചടിച്ചു വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ യൂണിയൻ ആരെന്ന് പറയും? KSU ഭരിക്കുന്ന യൂണിയൻ. KSU ഭരിക്കുന്ന യൂണിയനിൽ സംഘപരിവാർ ഈ നാട്ടിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഒരു വ്യാജ പ്രചരണം, അതായത് റിസർവേഷൻ കൊണ്ട് ഇവിടത്തെ മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരെല്ലാം തകർന്നു പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഔദാര്യമാണ്, അതുകൊണ്ട് റിസർവേഷൻ വേണ്ട എന്ന പൊതു വാദഗതിയെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള കാർട്ടൂൺ കണ്ടില്ലേ? ആ കാർട്ടൂൺ SFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PM ആഷോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടുകൂടിയാണ് ഇത് പുറത്തേക്ക് വന്നത്. ഈ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ആഷോ ഫേസ്ബുക്കിൽ കുറിച്ച വാചകം ഒന്ന് കേൾക്കാം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ മണ്ണുത്തി ഹോർട്ടിക്കൾച്ചർ ക്യാമ്പസ് യൂണിയൻ പുറത്തിറക്കിയ മാഗസീനാണ്. ആ യൂണിയനെ നയിക്കുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പേര് KSU എന്നാണ്. അവരുടെ രാഷ്ട്രീയ പഠനത്തിന്റെ മോഡ്യൂൾ തയ്യാറാക്കുന്നത് സംഘപരിവാർ ഫാക്ടറിയിലാണ്. റഫറൻസ് മനുസ്മൃതി കാണാം. വെറുപ്പിന്റെ അച്ചടി മഷീൻ. ഇതാണ് ആ പോസ്റ്റ്. നോക്കൂ, ആ കാർട്ടൂണിൽ കൃത്യമായി പറയുന്ന കാര്യമുണ്ട്. KSU നേതാവെന്ന് അവകാശപ്പെടുന്ന പ്രണവ് എന്ന വിദ്യാർത്ഥി വരച്ച ഒരു കാർട്ടൂണാണ്. നോക്കൂ, ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് ഒരാൾ, അതിൽ നിന്ന് ST വിഭാഗത്തിന് കൊടുക്കുന്നു, പിന്നീട് SC വിഭാഗത്തിന് കൊടുക്കുന്നു, OBC കൊടുക്കുന്നു, OBCയിൽ നിന്ന് ഒരു നുള്ള് ഈ തളർന്നു കിടക്കുന്ന അല്ലെങ്കിൽ അവശരായി മാറിയിട്ടുള്ള മുന്നോക്ക സമുദായക്കാർക്ക് കൊടുക്കുന്നു എന്നാണ് അത് പറയുന്നത്. ഇതല്ലേ ഇവിടെ സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ഒരു കാർട്ടൂണായി വരച്ചു വരികയും ഇത് അതേപടി ഒരു മാഗസീനിൽ അച്ചടിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ യൂണിയൻ എന്ത് തരത്തിലുള്ള പരിശോധനയാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്? ആർക്കും എന്തും കൊടുക്കാം. സംഘപരിവാർ ആശയം പ്രചരിപ്പിക്കാനുള്ള ഇടങ്ങളാണ് KSUവിന് യൂണിയൻ കിട്ടിയ ഇടങ്ങൾ എന്ന് മനസ്സിലാവുകയാണ്. അല്ലെങ്കിൽ KSU പുറത്തിറക്കിയ ഒരു മാഗസീനിൽ ഇങ്ങനെ അച്ചടിച്ചു വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഇതിനെ വലിയ തോതിൽ ചർച്ചയാക്കാത്തതോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്തയല്ലാത്ത രീതിയിൽ പരിഗണിക്കുന്നതുകൊണ്ട് ആൾക്കാർക്കിടയിൽ വലിയ ചർച്ചയാകില്ലെന്നിരിക്കാം. പക്ഷേ ഇവിടെ വളരെ ശക്തമായിട്ട് സംഘപരിവാർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിന്റെ ക്യാമ്പസുകളിലൂടെ വിദ്യാർത്ഥികളിലേക്ക് കൂടി എത്തിക്കാൻ KSU കൂട്ടുനിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ സംഘപരിവാറിനെ എതിർക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നവർ അത് പറച്ചില് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ, ഈ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലേക്ക് സംഘപരിവാർ നോമിനികളെ ഗവർണർ തിരികെ കയറ്റിയപ്പോൾ ഇവർ എവിടെയാണ് സമരത്തിലുണ്ടായിരുന്നത്? ഒരിടത്തും ഇവർ പുറത്തിറങ്ങിയില്ലല്ലോ. ഇവർ അവർക്ക് കിട്ടിയ അപ്പക്കഷ്ണത്തിനെ കടിച്ചു പിടിച്ചുകൊണ്ട് ഗവർണറിന്റെ പുറകെ പോയി നിന്നു. അതിനെ കോടതിയിൽ പോയി SFI നേരിട്ട് ആ നിയമനങ്ങളെ എല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. കണ്ടിരുന്നല്ലോ അല്ലെ? ആ കാര്യങ്ങൾക്ക് പോലും മൗനമായി അവർക്കൊപ്പം നിന്നവർ ഇപ്പോ പരസ്യമായി തന്നെ അവരുടെ മാഗസീനുകളിൽ സംഘപരിവാർ ആശയം പ്രചരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനൊരു ഉദാഹരണമായി ഈ കാർട്ടൂൺ മാറുകയാണ്. ഈ കാർട്ടൂൺ പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ നാട്ടിൽ അതൊരു വല്ലാത്ത ചർച്ചയ്ക്കോ അതൊരു സാമൂഹ്യ വിമർശനത്തിനോ അവസരം ഉണ്ടാകാതെ പോവുകയാണ്. അവിടെയാണ് ഈ നാട്ടിൽ SC STക്കും OBCക്കെല്ലാം അനർഹമായിട്ടുള്ള റിസർവേഷൻ കൊടുക്കുന്നു എന്നുള്ള ഒരു പൊതു പ്രചരണം ഉണ്ടാവുകയും അതിനെ എടുത്തു കളയാൻ വേണ്ടിയാണ് ഇവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന ആവശ്യം ഇവർ ശക്തമായി ഉന്നയിക്കുന്നത്. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കാതെ ഇവരെ പിന്താങ്ങിക്കൊണ്ട് നടക്കുന്ന പിന്നോക്കക്കാർ മനസ്സിലാക്കുക, നിങ്ങളെക്കുറിച്ച് ഈ സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത് ഈ നിലയ്ക്കാണ്. അതായത് അവർക്ക് കിട്ടേണ്ടതിനെ മുഴുവൻ പിടിച്ചെടുത്തതിന് ശേഷം സർക്കാർ സംവിധാനങ്ങളിലൂടെ കൊടുത്തതിന് ശേഷം അവർക്ക് എന്തോ ഔദാര്യം കൊടുക്കുന്നു. എന്താണ് ഈ സമൂഹത്തിൽ നടക്കുന്ന വസ്തുത? ഇന്നും റിസർവേഷൻ കൊടുത്തിട്ട് ഒരു സമൂഹത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജോലി ഉൾപ്പെടെയുള്ള പല മേഖല എടുത്ത് പരിശോധിച്ചാൽ വേണ്ടത്ര പ്രാതിനിധ്യമില്ല. എന്നിട്ടും ഇത്തരം റിസർവേഷനുകളെ പരിഹസിക്കുമ്പോൾ അവർക്കുള്ള നേട്ടങ്ങൾ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള ഭയമുള്ള സംഘപരിവാർ ആശയമാണ്. ആ സംഘപരിവാർ ആശയത്തിന് കോൺഗ്രസും KSUവും പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് വേണം ഈ കാർട്ടൂണിനെ പരിഗണിക്കാൻ. ഒരു പക്ഷേ SFIയുടെ ഏതെങ്കിലും മാഗസീനിലാണ് ഇത് അച്ചടിച്ച് വന്നിരുന്നെങ്കിൽ ഇവിടത്തെ പല ബുദ്ധിജീവികളുടെയും കുരു പൊട്ടിയനെ. ഇതാവുന്നതുകൊണ്ട് കുരു പൊട്ടുന്നില്ല. നമ്മുടെ കാരശ്ശേരിമാരും അല്ലെങ്കിൽ നമ്മുടെ ജയശങ്കർമാരൊക്കെ ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഇതൊക്കെ ഈ നാട്ടിലെ കുട്ടികൾ നടത്തുന്ന വർഗീയതയായിട്ട് തോന്നിയിട്ടേ ഇല്ല. കാര്യം SFI അതിന്റെ പിറകിലില്ല. SFI ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു.